ഇബ്ലീസിന് ഒരു ട്രിക്ക് ഉണ്ട്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ മരണമാസ് ട്രിക്കുള്ള ആളാണ്. അഖില ലോക പ്രതിപക്ഷ നേതാവാണ് ഇബ്ലീസ്. മൂപ്പർക്ക് ഓരോരാളെ എങ്ങനെ പറ്റിക്കണം എന്ന് കറക്റ്റ് അറിയാം. 1,00,000-ലധികം നബിമാരുടെ കാലത്ത് ജീവിച്ചുകൊണ്ട് തന്നെ സർവ്വ ഉഡായിപ്പ് മൂപ്പർക്ക് അറിയാം, ഉറപ്പ്. നല്ല വൃത്തിയിൽ നടക്കുന്ന ഒരു ചെക്കനെ പറ്റിക്കണമെങ്കിൽ ഹിജാബന്നെ ഇടണമെന്ന് മൂപ്പർക്കും അറിയാം. അതുകൊണ്ടാണ് ചില ചെക്കന്മാരോട് എന്ത് നാടാ പെണ്ണിന്റെ വേഗം നടക്കുന്നത്, നാണവും മാലില്ലെന്ന് വെച്ചോ പറയൽ എന്താ, ഉസ്താദ് വിചാരിക്കുന്ന പോലത്തെ പെണ്ണൊന്നല്ല, പിന്നെ ബുർദ ഫുള്ള് കാണാപ്പാടാം. എങ്ങനെയുണ്ട്? ഇബ്ലീസിനെ അറിയാം ഓരോരാളെ എങ്ങനെ പറ്റിക്കണമെന്ന് കറക്റ്റ് അറിയാം. ഇപ്പൊ ചില ബിസിനസ്സുകാര് ചില ഉസ്താമാരെ വീഴ്ത്തലെങ്ങനെ, ഷെയർ ബിസിനസ്സിൽ, കള്ള ബിസിനസ്സിൽ. ഉസ്താദ് പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, ഉസ്താദിനെ പോലത്തെ വിശ്വാസമുള്ള ഒരാളെ കിട്ടണോ? അതിലെന്നെ ഏകദേശം വീണ്. എങ്ങനെ പറഞ്ഞ, ഉസ്താദിനെ പോലത്തെ വിശ്വാസമുള്ള ഒരാളെ കിട്ടണം. രണ്ടാമത്തെ വയ്ക്ക് ഉസ്താദിന് പിന്നെ ഇനൊന്നും താല്പര്യമില്ല എന്നറിയാലോ. എങ്ങനെ വീഴെടുക്കുക? ഓരോ ക്യാപ്സൂളും മൂപ്പർക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു സുബി ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയപ്പോൾ മുആവിയ റളിയല്ലാഹുവിനെ ഇബ്ലീസ് വിളിച്ചു. അസീദത്തു ശുഹദയിലുണ്ട്, ഫീ ഖസീദത്ത് ശർഹി ഖസീദത്തുൽ ബുർദയിൽ ഖർബൂത്തി ഇമാമിന്റെ. എണീക്കുക, ഖും യാ മുആവിയ ഖദ് ഖാമത്തിസ് സ്വലാത്ത്. എണീക്കുക. മുആവിയ റളിയല്ലാഹു ഇങ്ങനെ നോക്കിയപ്പോൾ, അല്ലടാ നീ ഇബ്ലീസ് അല്ലേ? അതെ. എന്തെന്നെ വിളിക്കണത്? അത് പണ്ടൊരിക്കൽ നിങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയപ്പോൾ ജമാഅത്ത് മിസ്സായി. അന്നേരം നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് കുറേ കരഞ്ഞു. ആ കരച്ചിലിന്റെ കടുപ്പം കൊണ്ട് അള്ളാഹ്ക്ക് നിങ്ങളോട് ഖേദായി. അന്ന് നിങ്ങൾക്ക് ഏടിൽ 1000കണക്കിന് നിസ്കാരത്തിന്റെ കൂലിയാണ് അന്ന് എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ ആയിട്ട് ഇന്ന് കരഞ്ഞിട്ട് 1000കണക്കിന് നിസ്കാരത്തിന്റെ കൂലി അങ്ങ് സഹിക്കൂല. 20 ഇരട്ടി പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഇതാണ് മൂപ്പർക്ക് അറിയാം ഓരോരാളെ എങ്ങനെ പറ്റിക്കണം എന്ന് മൂപ്പർക്കറിയാം. ഓരോരാളെ എങ്ങനെ പറ്റിക്കണം അതിൽ നമ്മൾ പെടരുത്. ഇബ്ലീസിന്റെ ഒരു ട്രിക്കാണ് ഈ സാധനങ്ങളൊക്കെ. ഇതൊന്നും നമ്മൾ പെടരുത്. അല്ലാഹു കാക്കട്ടെ. എത്ര കിട്ടിയാലും മതിയാവാത്ത രോഗം, ഹിർസ് നമുക്ക് വരരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ആരടുത്തൊന്നും ആഗ്രഹിക്കരുത്. നാളെയല്ലേ എൻ്റെ ബർത്ത്ഡേ എന്ന് വയ്ക്കുന്ന കൾച്ചറൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്നാ, തഹജ്ജുദിന് ശേഷം നിന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് ഞാൻ ദ്വാരുന്നോണ്ട് എനിക്ക് ആയുസ് കൂടിയെന്നല്ല, നാളെ നിങ്ങൾക്ക് കൊണ്ടുവരണേന്ന് അർത്ഥം. കുട്ടികളുടെ അടുത്ത് നിന്ന് സമ്മാനം കിട്ടിയത് സ്റ്റാറ്റസ് ഇടലൊക്കെ ഒരു സുഖക്കുറവുള്ള പരിപാടിയാണെന്നർത്ഥം. അതൊക്കെ പരിപാടി. ഇബ്നു ഹജർ അങ്ങടെ തഹരീറുൽ മഖാൽ നോക്കിയാൽ മതി.